നമ്മളിത് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ് എന്ന ടോപ്പിക്കാണ്. ഓക്കെ, അതിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് രണ്ട് ആക്സിസാണ് ഉള്ളത് മെയിനായിട്ട്. ഒന്ന് വൈ ആക്സിസും അതുപോലെ തന്നെ രണ്ടാമത്തെ എക്സ് ആക്സിസും. ഓക്കെ, സോ ഒരു എക്സും മൈനസ് എക്സ്, വൈ മൈനസ് വൈ. റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സിനെ രണ്ട് എലമെൻറ്റാക്കിയിട്ട് മാറ്റുക. അതായത് ഒരു ഹൊറിസോണ്ടൽ ഡയറക്ഷണൽ എലമെൻറ്റും ഒരു വെർട്ടിക്കൽ ഡയറക്ഷണൽ എലമെൻറ്റാക്കി മാറ്റുക. അതാണ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നിങ്ങളിവിടെ നോക്കാം. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഫോഴ്സിൻ്റെ പി എടുത്തു. ഫസ്റ്റ് ഫോഴ്സാണ് എൻ്റെ പി. രണ്ടാമത്തെ ഫോഴ്സ് ക്യൂ, മൂന്നാമത്തെ ഫോഴ്സ് ആർ. ഓക്കെ, അങ്ങനെ മൂന്ന് ഫോഴ്സസ് ഉണ്ട്. ഫസ്റ്റ് ഫോഴ്സ് നമ്മുടെ പിയും, സെക്കൻഡ് ഫോഴ്സ് ക്യൂവും, മൂന്നാമത്തെ ഫോഴ്സ് ആർ. അങ്ങനെ മൂന്ന് ഫോഴ്സിനെ എടുത്തു. അതിൽ ഫസ്റ്റ് ഫോഴ്സ് പി എന്ന് പറയുന്ന ഫോഴ്സ് ഏത് ഡയറക്ഷനാണ്? പി എന്ന് പറഞ്ഞ ഫോഴ്സ് നമ്മുടെ എക്സ് ഡയറക്ഷനാണ്. എക്സ് ഡയറക്ഷനാണ്. അതായത് അതിൻ്റെ പറഞ്ഞ പേരാണ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഹൊറിസോണ്ടൽ. രണ്ടാമത്തെ ഫോഴ്സാണ് നമ്മുടെ ക്യൂ എന്ന് പറഞ്ഞ ഫോഴ്സ് ഏത് ഡയറക്ഷനാണ്? അതാണ് എൻ്റെ വൈ ഡയറക്ഷൻ ഫോഴ്സ്. ഓക്കെ, അതാണ് അതിൻ്റെ പറഞ്ഞ പേരാണ് വെർട്ടിക്കൽ ഡയറക്ഷൻ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഫോഴ്സ് എന്നും പറയാം. ഇനി അടുത്ത ഫോഴ്സാണ് വളരെ ഇമ്പോർട്ടൻറ്റ്, ആർ എന്ന് പറഞ്ഞ ഫോഴ്സ്. ഈ ആർ എന്ന് പറഞ്ഞ ഫോഴ്സ് ഒരു ആംഗിളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. അതായത് എക്സ് ആക്സിസും അല്ല വൈ ആക്സിസും അല്ല, പകരം ഒരു ആംഗിൾ. എക്സാമ്പിൾ ഇവിടെ ഇങ്ങനെ ആക്ട് ചെയ്യാതിരിക്കുക. ആർ എന്ന ഫോഴ്സ് എക്സ് ആക്സിൽ ആക്ട് ചെയ്യണില്ല, വൈ ആക്സിസിൽ ആക്ട് ചെയ്യണില്ല, പകരം ഒരു ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു തീറ്റ ആംഗിളിൽ ആക്ട് ചെയ്യണം. അങ്ങനെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് നമുക്ക് എന്താക്കണം? ഇതുപോലെ ഒരു വെർട്ടിക്കലും ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സൊക്കെ എന്ത് ചെയ്യണം? നമുക്ക് സ്പ്ലിറ്റപ്പ് ചെയ്യണം. അതായത് ഇങ്ങനെ ആക്ട് ചെയ്യുന്ന ആർ എന്ന് പറഞ്ഞ ഫോഴ്സിനെ എനിക്ക് ഒരു വെർട്ടിക്കൽ ഫോഴ്സായും ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സായിട്ട് എന്ത് ചെയ്യണം? എനിക്ക് സ്പ്ലിറ്റപ്പ് ചെയ്യണം. അങ്ങനെ സ്പ്ലിറ്റപ്പ് ചെയ്യണതിനെ പറഞ്ഞ പേരാണ്, അല്ലെങ്കിൽ അങ്ങനെ എലമെൻ്റ് ആക്കാൻ ഉപയോഗിക്കുന്ന പേരാണ് എന്ത്? റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതായത് ഒരു ഇൻക്ലൈൻഡായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഇങ്ങനെ ഇൻക്ലൈൻഡ് ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിൽ ഇൻക്ലൈൻഡ് ആവാം. ഇങ്ങനെ ഇൻക്ലൈൻഡായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സിനെ രണ്ട് കോമ്പൗണ്ടാക്കി മാറ്റുക. ഒരു ഹൊറിസോണ്ടൽ കോമ്പൗണ്ടാക്കി മാറ്റുക, ഒരു വെർട്ടിക്കൽ കോമ്പൗണ്ടാക്കി മാറ്റുക. അങ്ങനെ മാറ്റുന്ന രീതിയാണ്, അല്ലെങ്കിൽ അങ്ങനെ മാറ്റുന്ന ഗണിതമാണ് നമ്മൾ റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഐഡിയ ആണ് നമ്മൾ ഇവിടെ ഓർക്കേണ്ടത്. ഇനി അതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനെടുത്തു ആർ എന്ന് പറഞ്ഞ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഇതൊരു ഇൻക്ലൈൻഡ് ആംഗിൾ ആക്ട് ചെയ്യണം. അപ്പോൾ എക്സാമ്പിൾ പറയേണ്ടത് ഇത് എന്ത് ആക്സിസാണ്? ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്. ഇതാണ് നമ്മുടെ വൈ ആക്സിസ്. ഇതാണ് നമ്മുടെ വൈ ആക്സിസ്. രണ്ട് ആക്സിസ് ഉണ്ട്. ഈ ആംഗിൾ ആക്ട് ചെയ്യുന്ന ഒരു തീറ്റ എന്ന് പറഞ്ഞ ആംഗിളാണ് ആക്ട് ചെയ്യുന്നത് വിചാരിക്കുക. തീറ്റ എന്ന് പറഞ്ഞ ആംഗിളിലാണ് ഈ ആർ എന്ന് പറഞ്ഞ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ആർ എന്ന ഫോഴ്സിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്യും. രണ്ട് ഫോഴ്സായിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്യും. ഒരു എക്സ് ആക്സിസ് ഡയറക്ഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഫോഴ്സ് എന്നും ഒരു വൈ ആക്സിസ് ഫോഴ്സ് അതായത് വെർട്ടിക്കൽ ഡയറക്ഷൻ ഫോഴ്സ് എന്നായിട്ട് രണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യും? തരംതിരിക്കും. അതെങ്ങനെ തരംതിരിക്കാൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ എടുക്കുക എന്താ? ഹൊറിസോണ്ടലാക്കുക. അതായത് ഈ ആർ എന്ന ഫോഴ്സിനെ ഞാൻ ഇങ്ങനെ ഒരു ഫോഴ്സാക്കി മാറ്റും, അതുപോലെ ഇങ്ങനൊരു ഫോഴ്സാക്കി മാറ്റും. ഓക്കെ, ഇനി ഈ ഫോഴ്സിൻ്റെ വാല്യൂ, അതുപോലെ ഈ ഫോഴ്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ ആറായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് ആംഗിൾ തീറ്റയാണ്. ഓക്കെ, തീറ്റ ഏത് സൈഡിൽ വരുന്നോ, തീറ്റ ഏത് ഭാഗത്തായിട്ട് കോണ്ടാക്റ്റ് വരുന്നോ ആ ഫോഴ്സാണ് എന്ത്? നമ്മുടെ കോസ് ഫോഴ്സ്. അതായത് ആറിനാണ് സ്പ്ലിറ്റ് ചെയ്തത്. നമ്മൾ ഏതിനാണ് സ്പ്ലിറ്റ് ചെയ്തത്? ആർ എന്ന ഫോഴ്സിനാണ് സ്പ്ലിറ്റ് ചെയ്തത്. സോ ഈ ഫോഴ്സ് എന്ത് വരും? ആർ കോസ് തീറ്റ എന്ന് വരും. അപ്പോൾ വൈ സ്പ്ലിറ്റപ്പ് ചെയ്തതാ. ഇത് കോസ് ആണെങ്കിൽ ഇവിടെ എന്താ? ഇവിടെ ആർ സൈൻ തീറ്റ. അങ്ങനെ രണ്ട് ഫോഴ്സൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് സ്പ്ലിറ്റപ്പ് ചെയ്യാൻ പറ്റും. സോ ആർ എന്ന് പറഞ്ഞ ഫോഴ്സിനെ ഒരു വെർട്ടിക്കൽ ഫോഴ്സും ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്ന രണ്ട് ഫോഴ്സൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് സ്പ്ലിറ്റപ്പ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിൻ്റെ വാല്യൂ ഒരു 30 ന്യൂട്ടൺ എന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ്സ് എന്ന് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എന്താ വെർട്ടിക്കൽ കോമ്പോണൻറ്റ്? ഇതാണ് അതിൻ്റെ വെർട്ടിക്കൽ കോമ്പോണൻറ്റ്, ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ്. ഇതാണ് അതിൻ്റെ എന്ത്? വെർട്ടിക്കൽ കോമ്പോണൻറ്റ്. ഇത് ആക്ട് ചെയ്യുന്ന ഡിഗ്രി 30 ഡിഗ്രിന് തന്നിട്ട് വിചാരിക്കുക. ഇത് ആക്ട് ചെയ്യുന്ന ഡിഗ്രി ഒരു 30 ഡിഗ്രി തന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഏതാ? ഇവിടെ തീറ്റയ്ക്ക് പകരം 30, ആറിന് പകരം 30. ഓക്കെ, തീറ്റയ്ക്ക് പകരം 30ഉം ആറിന് പകരം 30 തന്നെയാണ്. സോ എന്ത് ചെയ്യാം? 30
തീറ്റ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഏതാ? ഈ ഫോഴ്സാണ്. സോ 30 cos 30 അതാണ് എൻ്റെ എന്ത് ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ്. അപ്പോൾ ഇതെന്താവും 30 sin 30 അതാണ് എന്ത് എൻ്റെ വെർട്ടിക്കൽ കോമ്പോണൻറ്റ്. സോ അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ് ഈക്വൽ ടു എന്തായത് എനിക്ക് 30 cos 30. 30 cos 30 എത്ര വരെ അറൗണ്ട് ഒരു 25.98 വരും ന്യൂട്ടൺ. ഓക്കെ, അടുത്താണ് എൻ്റെ വെർട്ടിക്കൽ കോമ്പൗണ്ട്. വെർട്ടിക്കൽ കോമ്പൗണ്ട് വാല്യൂ എന്ത് വരും? 30 sin 30. ഓക്കെ, അത് അറൗണ്ട് എത്ര വരെ? അറൗണ്ട് ഒരു 15 ന്യൂട്ടൺ വരും. ഓക്കെ, സോ 30 എന്ന് പറയുന്ന ഫോഴ്സിനെ രണ്ടാക്കി സ്പ്ലിറ്റപ്പ് ചെയ്ത് ഒന്ന് വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ കോമ്പൗണ്ട് എന്നും വെർട്ടിക്കൽ കോമ്പൗണ്ട് എന്ത് ചെയ്ത് ഞാൻ സ്പ്ലിറ്റപ്പ് ചെയ്തു. സോ അതിൻ്റെ വാല്യൂയും കിട്ടി എച്ചും വിയും. എച്ച് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ്, വി എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ കോമ്പോണൻറ്റ്. നമുക്ക് ഹൊറിസോണ്ടൽ കോമ്പൗണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ എക്സ് കോമ്പോണൻറ്റ് എന്ന് പറയാം. എക്സ് ഡയറക്ഷനാണ് ഹൊറിസോണ്ടൽ കോമ്പൗണ്ട് ആക്ട് ചെയ്യുക. അതുപോലെ വി കോമ്പോണൻറ്റ്, അത് വെർട്ടിക്കൽ കോമ്പോണൻറ്റ് എന്ന് പറയാം, വൈ കോമ്പോണൻറ്റ് എന്നും പറയാം. നമുക്ക് എന്തുകൊണ്ടും പറയാം. ഹൊറിസോണ്ടൽ കോമ്പൗണ്ട് പറഞ്ഞ വേറെ പേരാണ് എക്സ് കോമ്പോണൻറ്റ്, അല്ലെങ്കിൽ വെർട്ടിക്കൽ കോമ്പൗണ്ട് പറഞ്ഞ പേരാണ് വൈ കോമ്പോണൻറ്റ്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കണു. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഒരു കുറേ ഫോഴ്സസ് വന്നു, അതായത് റിസൾട്ടൻ്റ് ഓഫ് കോപ്ലാനർ കൺകറൻറ്റ് ഫോഴ്സസ് ആണ്. അതായത് ഒന്നിൽ കൂടുതൽ ഫോഴ്സസ് ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് എവിടെ ആക്ട് ചെയ്യുന്നു, അതിൻ്റെ റിസൾട്ടൻ്റ് എവിടെ ആക്ട് ചെയ്യുന്നു. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, പി എന്ന് പറഞ്ഞ ഫോഴ്സ്. ഓക്കെ, ഇങ്ങനൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അത് ക്യൂ എന്ന് പറഞ്ഞ ഫോഴ്സ്. ഓക്കെ, P1 മതി. P1 എന്ന് പറഞ്ഞ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, P2 എന്ന് പറഞ്ഞ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് വിചാരിക്കുക. അതുപോലെ ഇങ്ങനെ ഈ ഡയറക്ഷനിൽ P3 എന്ന് പറഞ്ഞ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് വിചാരിക്കുക. ഈ ഡയറക്ഷനിൽ P4 എന്ന് പറഞ്ഞ ഫോഴ്സ് ആക്ട് വിചാരിക്കുക. ഈ ഡയറക്ഷനിൽ P5 എന്ന് പറഞ്ഞ ഫോഴ്സ് ആക്ട് വിചാരിക്കുക. സോ ടോട്ടലി എത്ര ഫോഴ്സ് ഉണ്ട്? ടോട്ടലി 5 ഫോഴ്സ് ഉണ്ട്. 5 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് എവിടെ? ഈ പോയിന്റിൽ. അത് പോയിന്റ് ഒ എന്ന് പറഞ്ഞൊരു പോയിന്റിൽ 5 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ എല്ലാ ഫോഴ്സിനും നമ്മൾ എന്താക്കി മാറ്റാം? ഒറ്റ ഫോഴ്സാക്കി മാറ്റാം. അതായത് ഒരു റിസൾട്ടൻ്റാക്കി മാറ്റണം. ഈ എല്ലാ ഫോഴ്സിൻ്റെ എഫക്റ്റ് ഒരൊറ്റ ഫോഴ്സിൻ്റെ എഫക്റ്റേക്ക് മാറ്റണം. അതായത് ഈ ഫോഴ്സൊക്കെ ആക്ട് ചെയ്യുമ്പോൾ ഈ പോയിന്റ് ഒ എവിടേക്ക് ചലിക്കും, അല്ലെങ്കിൽ എവിടേക്ക് മൂവ്മെൻറ്റ് ചെയ്യും, ആ ഭാഗത്തേക്ക് എന്ത് ചെയ്യും? ആ ഭാഗത്തേക്കാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഫോഴ്സ് ആക്ട് ചെയ്യണം. ആ ഫോഴ്സാണ് നമ്മുടെ റിസൾട്ടൻ്റ് ഫോഴ്സ്. ആ ഫോഴ്സാണ് നമ്മുടെ റിസൾട്ടൻ്റ് ഫോഴ്സ്. ആ ഫോഴ്സാണ് നമ്മുടെ റിസൾട്ടൻ്റ് ഫോഴ്സ്. അതായത് എല്ലാ ഫോഴ്സിൻ്റെയും നെറ്റ് എഫക്റ്റ് ഒരു ഫോഴ്സായിട്ട് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കാം, ഇവിടെ നോക്കിയേ, ഇവിടെ ഇത് എന്ന് പറയും ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയേ P5 ഏത് ഡയറക്ഷനാണ്? P5 എന്ന് പറഞ്ഞാൽ അതൊരു എക്സ് ആക്സിസ് കോമ്പൗണ്ടാണ്. സോ അതിന് എന്ത് ചെയ്യേണ്ട? എനിക്ക് സ്പ്ലിറ്റ് അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതുപോലെ P2 എന്താ? അതൊരു വെർട്ടിക്കൽ കോമ്പൗണ്ടാണ്. വെർട്ടിക്കൽ കോമ്പൗണ്ട് എന്ത് ചെയ്യേണ്ട? എനിക്ക് സ്പ്ലിറ്റ് അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, റെസൊല്യൂഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ P1 എന്ന് പറഞ്ഞ ഫോഴ്സും P3 എന്ന് പറഞ്ഞ ഫോഴ്സും P4 എന്ന് പറഞ്ഞ ഫോഴ്സും എന്താ? ഒരു ആംഗിൾ ആക്ട് ചെയ്യാണ്. ഒരു ആംഗിൾ എന്ത് ചെയ്യണം? ആക്ട്. അതായത് എക്സ് ആക്സിൽ നിന്ന് ഒരു ആംഗിൾ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ θ1, ഇത് θ1, θ1, ഇത് θ2, ഇത് θ3. ഓക്കെ, θ1, θ2, അങ്ങനെ θ3, θ1, θ2, θ3 അങ്ങനെ 3 ആംഗിൾ എന്ത് ചെയ്യുന്നുണ്ട്? P1, P3, P1, P3, P4 എന്ന് പറഞ്ഞ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ആക്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതിനെ എന്ത് ചെയ്യണം? നമ്മളതിന് റിസൊല്യൂഷൻ, അതായത് ഒരു വെർട്ടിക്കൽ കോമ്പൗണ്ട് എന്നും ഒരു ഹൊറിസോണ്ടൽ കോമ്പൗണ്ട് എന്തായി നമ്മൾ സ്പ്ലിറ്റ് അപ്പ് ചെയ്യണം. എന്നിട്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. സോ P1 എത്ര കോമ്പൗണ്ട് ഉണ്ടാവും? ഒരു ഹൊറിസോണ്ടൽ കോമ്പൗണ്ട് ഉണ്ടാവും, അതുപോലെ ഒരു വെർട്ടിക്കൽ കോമ്പൗണ്ട് ഉണ്ടാവും P1. അതുപോലെ P3ക്ക് എന്തുണ്ടാവും? P3ക്ക് എന്തുണ്ടാവും? P3ക്കും ഇതുപോലെ ഒരു ഹൊറിസോണ്ടൽ കോമ്പൗണ്ട് ഉണ്ടാവും, ഒരു വെർട്ടിക്കൽ കോമ്പൗണ്ട് ഉണ്ടാവും. അതുപോലെ P4നും എന്തുണ്ടാവാം? ഒരു ഹൊറിസോണ്ടൽ കോമ്പൗണ്ട് ഉണ്ടാവാം, ഒരു വെർട്ടിക്കൽ കോമ്പൗണ്ട് ഉണ്ടാവാം. ആ എല്ലാ കോമ്പൗണ്ടും കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് അറൗണ്ട് ഇത് കുറേ ഒരു ഹൊറിസോണ്ടൽ കോമ്പൗണ്ട്, ഇവിടെ ഒരു ഹൊറിസോണ്ടൽ കോമ്പൗണ്ട്, ഇവിടെ ഒരു ഹൊറിസോണ്ടൽ കോമ്പൗണ്ട്, ഇവിടെ ഒരു ഹൊറിസോണ്ടൽ കോമ്പൗണ്ട്, ഇവിടെ ഒരു ഹൊറിസോണ്ടൽ കോമ്പൗണ്ട്. അതായത് P1ഉം P3ക്കും P4നും ഒരു ഹൊറിസോണ്ടൽ കോമ്പൗണ്ട് പ്ലസ് ഈ ഒരു ഹൊറിസോണ്ടൽ കോമ്പൗണ്ട്. അപ്പോൾ 4 ഹൊറിസോണ്ടൽ കോമ്പൗണ്ട് കിട്ടി. ഇനി വെർട്ടിക്കൽ കോമ്പൗണ്ട് നോക്കിയത് ഇതൊരു വെർട്ടിക്കൽ കോമ്പൗണ്ടാണ്. പിന്നെന്താ?
P1 ഒരു വെർട്ടിക്കൽ കോമ്പൗണ്ട് ഉണ്ട്, P3ക്ക് ഒരു വെർട്ടിക്കൽ കോമ്പൗണ്ട് ഉണ്ട്, P4 ഒരു വെർട്ടിക്കൽ കോമ്പൗണ്ട്. അങ്ങനെ 1 2 3 4 വെർട്ടിക്കൽ കോമ്പൗണ്ടും 4 ഹൊറിസോണ്ടൽ കോമ്പൗണ്ടും കിട്ടും. ഓക്കെ, ഇങ്ങനെ എല്ലാ ഹൊറിസോണ്ടൽ കോമ്പൗണ്ടും വെർട്ടിക്കൽ കോമ്പൗണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് സ്ക്വയർ ചെയ്തിട്ട് റൂട്ട് ഓഫ് കാണണം. ആ ഇക്വേഷനാണ് അടുത്ത പറയുന്നത്. അടുത്ത് നോക്കേണ്ടത് നോക്കാം. അടുത്ത ഇക്വേഷനാണ് റിസൾട്ടൻ്റ് കാണുന്ന ഇക്വേഷനാണ് സിഗ്മ സമ്മേഷൻ ഓഫ് ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ് അതിൻ്റെ സ്ക്വയർ പ്ലസ് സിഗ്മ വെർട്ടിക്കൽ കോമ്പോണൻറ്റ് അതിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ്. ഇതാണ് അതിൻ്റെ റിസൾട്ടൻ്റ് കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത് ഹൊറിസോണ്ടൽ കോമ്പൗണ്ട് എന്ന് പറയാം, എക്സ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞൂടെ. സോ എന്ത് ചെയ്യാം? പി ആണ് നമ്മളെടുത്ത ഫോഴ്സ് ഒക്കെ ഏതാ? P ഫോഴ്സാണ്. P1 P2 P3 P4 ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? ഒന്നിനും ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? സിഗ്മ സമ്മേഷൻ ഓഫ് എക്സ് കോമ്പൗണ്ടിൻ്റെ സ്ക്വയർ, പിയുടെ എക്സ് കോമ്പൗണ്ട് പ്ലസ് സമ്മേഷൻ ഓഫ് പിയുടെ വൈ കോമ്പൗണ്ടിൻ്റെ സ്ക്വയർ. ഓക്കെ, ഏത് രീതിയിൽ വേണമെങ്കിൽ പഠിക്കാം. ഈ രണ്ട് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ്. എന്താണ് ഇക്വേഷൻ? റിസൾട്ടൻ്റ് കാണുള്ള ഇക്വേഷൻ. ഓക്കെ, സോ റിസൾട്ടൻ്റ് ഒരു ആംഗിൾ ആക്റ്റീവ്. അപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഇത്ര കുറേ ഫോഴ്സ് വന്നു, കുറേ ഫോഴ്സിൽ നിന്ന് ഒരു റിസൾട്ടൻ്റ് എനിക്ക് വന്നു. സോ ആ റിസൾട്ട് ചിലപ്പോൾ ആക്ട് ചെയ്തപ്പോൾ ഈ ഡയറക്ഷനാവും ആക്ട് ചെയ്യുക. റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുക ഈ ഡയറക്ഷനായിരിക്കും. കുറേ ഫോഴ്സിൻ്റെ റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുക ഈ ഡയറക്ഷനായിരിക്കും. അതായത് ആ O എന്ന് പറഞ്ഞ പോയിന്റ് ഈ ഡയറക്ഷൻ മൂവ് ചെയ്യുക. സോ അതിനൊരു ആംഗിൾ ഉണ്ടാവും. ആ ആംഗിളാണ് നമ്മുടെ ആൽഫ. റിസൾട്ടൻ്റെ ആംഗിളാണ് ആൽഫ. സോ ആൽഫ കാണുന്ന ഇക്വേഷനാണ് ടാൻ ആൽഫ ഈക്വൽ ടു എങ്ങനെ എഴുതാം? സിഗ്മ വി ഡിവൈഡ് ബൈ സിഗ്മ എച്ച്. ആൽഫ കാണുന്ന ഇക്വേഷനാണ് സിഗ്മ വി ബൈ സിഗ്മ എച്ച്. ഓക്കെ, റിസൾട്ടൻ്റെ കാണുന്ന ഇക്വേഷൻ. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ മാത്രം ഒന്നുകൂടി ഒരു ഐഡിയ കിട്ടുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, അപ്പോൾ സോ അതാണ് സിഗ്മ വി എന്ന് പറഞ്ഞ വെർട്ടിക്കൽ കോമ്പൗണ്ടിൻ്റെ സമ്മേഷൻ. സിഗ്മ എച്ച് എന്താ? ഹൊറിസോണ്ടൽ കോമ്പൗണ്ടൻസിൻ്റെ സമ്മേഷൻ. കൂട്ടാം, ആൾജിബ്രിക് സം ചെയ്യാം. നെഗറ്റീവ് കൊടുക്കുക, പോസിറ്റീവ് കൊടുക്കുക. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം നോക്കാം കേട്ടോ. നോക്കാം. പോയിൻ്റ് ഒയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതാണ് എൻ്റെ ഫോഴ്സ് F1. അതിൻ്റെ വാല്യൂ 1000 ന്യൂട്ടൺ. ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങനൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സാണ് F2. അതിൻ്റെ വാല്യൂ 2000 ന്യൂട്ടൺ. ഓക്കെ, അത് ആക്ട് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. എവിടുന്ന്? എക്സ് ആക്സിസും 60 ഡിഗ്രി. ഓക്കെ, അടുത്ത ഫോഴ്സ് ആക്ട് ചെയ്യുക, ഇങ്ങനെ ആക്ട് ചെയ്യുന്നു. ഇങ്ങനെ ആക്ട് ചെയ്യുന്നു. അതിൻ്റെ ആംഗിൾ 30 ഡിഗ്രി. ഓക്കെ, അടുത്ത ഫോഴ്സ് ആക്ട് ചെയ്യുക ഈ ഡയറക്ഷനാണ്, താഴത്തേക്ക് ഡയറക്ഷനാണ്. അത് ആക്ട് ചെയ്യുന്നത് 60 ഡിഗ്രിയിൽ എക്സ് ആക്സിസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് F4 ആണ്. F4ൻ്റെ വാല്യൂ 4000 ന്യൂട്ടൺ. ഓക്കെ, ഈ ഫോഴ്സിൻ്റെ വാല്യൂ F3യുടെ വാല്യൂ എഴുതിയിട്ടില്ല. F3യുടെ വാല്യൂ എന്ന് പറയുന്നത് 5196 ന്യൂട്ടൺ. 5196 ന്യൂട്ടൺ. സോ എത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്? 4 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. F1, F2, F3, F4 അങ്ങനെ 4 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ചോദ്യം എന്ന് പറഞ്ഞാൽ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുക, ഡയറക്ഷൻ കണ്ടുപിടിക്കുക. ചോദ്യം എന്ന് പറഞ്ഞാൽ ഡിറ്റർമൈൻ the resultant. And magnitude.
റിസൾട്ടൻ്റ് മാഗ്നിറ്റ്യൂഡും ആൻഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കുക. ഡയറക്ഷൻ അതായത് എത്ര ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എത്ര ആംഗിളിൽ വെക്കണം. ആൽഫാണ് ഡയറക്ഷൻ. ചോദ്യത്തിൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞ വേർഡ് വന്നാൽ അതിൻ്റെ അർത്ഥം ആൽഫയാണ്. അതായത് റിസൾട്ടൻ്റെ എത്ര ആംഗിളിൽ ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഡയറക്ഷൻ. ഇതാണ് ചോദ്യം. ഇതാണ് നമുക്ക് എങ്ങനെ ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ ഓരോ ഫോഴ്സ് ഫസ്റ്റ് ഫോഴ്സ് എടുത്തു, ഒന്നാമത്തെ ഫോഴ്സ് എടുത്തു. അതായത് ഒന്നാമത്തെ ഫോഴ്സ് F1. ഏത് ഡയറക്ഷൻ? ഈ ഡയറക്ഷൻ. സോ ഈ ഡയറക്ഷൻ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1000 ന്യൂട്ടൺ. ഒന്നാമത്തെ ഫോഴ്സ്. ഓക്കെ, ഏത് ഡയറക്ഷനാണ്? ഹോറിസോണ്ടൽ ഡയറക്ഷൻ. സൈഡിൽ എഴുതി ഹോറിസോണ്ടൽ ഡയറക്ഷൻ. ഓക്കെ, രണ്ടാമത്തെ ഫോഴ്സ് എടുത്തു. രണ്ടാമത്തെ ഫോഴ്സാണ് 2000 ന്യൂട്ടൺ. അതെങ്ങനെ ആക്ട് ചെയ്യുന്നു? രണ്ടാമത്തെ ഫോഴ്സ് എടുത്തു. രണ്ടാമത്തെ ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യുന്നു? ഇങ്ങനെ ആക്ട് ചെയ്യുന്നു അല്ലേ? വാല്യൂ എത്രയാ? വാല്യൂ എന്ന് പറയുന്നത് 2000 ന്യൂട്ടൺ. 2000 ന്യൂട്ടൺ. ഓക്കെ, എത്ര ആംഗിൾ ആക്ട് ചെയ്യുന്നു? എക്സ് ആക്സിസ് ആയിട്ട് 60 ഡിഗ്രിയിൽ ആക്ട് ചെയ്യുന്നു. ഡൗട്ട് ഉണ്ടോ? ഇനി മൂന്നാമത്തെ ഫോഴ്സ് എടുത്തു. മൂന്നാമത്തെ ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യണേ? ഇങ്ങനെ ആക്ട് ചെയ്യുന്നു അല്ലേ? ഈ ഡയറക്ഷൻ ആക്ട് ചെയ്യുന്നു. വാല്യൂ എത്രയുണ്ട്? വാല്യൂ 5196. 5196 ന്യൂട്ടൺ. ഓക്കെ, ഇനി അത് എത്ര ആംഗിൾ ആക്ട് ചെയ്യുന്നു? എക്സ് ആക്സിസ് ആയിട്ട് അത് 30 ഡിഗ്രിയിൽ ആക്ട് ചെയ്യുന്നു. ഓക്കെ, അടുത്തത് നാലാമത്തെ ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യുന്നു? നാലാമത്തെ ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നു. ഓക്കെ, എത്രയാണ് വാല്യൂ? അതിൻ്റെ 4000 ന്യൂട്ടൺ. ഓക്കെ, ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു? താഴ്ത്തിക്കാണ് ആക്ട് ചെയ്യണേ. ഡയറക്ഷൻ ഇംഗ്ലണ്ടാണ്. സോ ഇത് എത്ര ആംഗിളിൽ ആക്ട് ചെയ്യുന്നുണ്ട്? 60 ഡിഗ്രിയിൽ ആക്ട് ചെയ്യുന്നു. ആരായിട്ട്? എക്സ് ആക്സിസ് ആയിട്ട്. ഓക്കെ, സോ നമുക്ക് 4 ഫോഴ്സ് കിട്ടി. നമ്മുടെ ചോദ്യം ഇതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കണം ചോദിക്കണേ. ഓക്കെ, ഇതിൽ നോക്കി ഇതിൽ എത്ര ഹൊറിസോണ്ടൽ കോമ്പൗണ്ട് ഉണ്ടാകും? ഡയറക്റ്റ് ഫിഗറിന് എത്ര ഹൊറിസോണ്ടൽ കോമ്പൗണ്ട് ഉണ്ട്? ആകെ ഇത് മാത്രമേ ഹൊറിസോണ്ടൽ കോമ്പൗണ്ട് ഉള്ളൂ അല്ലേ? ഇത് മാത്രമേ ഹൊറിസോണ്ടൽ കോമ്പൗണ്ട് ഉണ്ടോ ഡയറക്റ്റ് ഫിഗറിൽ നിന്ന്? വെർട്ടിക്കൽ കോമ്പൗണ്ട് തന്നിട്ടുണ്ടോ ചോദ്യത്തിൽ? ഇല്ല, വെർട്ടിക്കൽ കോമ്പൗണ്ട് തന്നില്ല. പക്ഷേ നമുക്കറിയാം 3 ഫോഴ്സ്, ഈ ഫോഴ്സും എന്താണ്? ഇൻക്ലൈൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതൊരു ആംഗിൾ ആക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇൻക്ലൈൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണെങ്കിൽ അതിന് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്തിട്ട് എന്താക്കണം? ഇൻക്ലൈൻഡ് ഫോഴ്സിനെ കൺവേർട്ട് ചെയ്തിട്ട് എന്താക്കണം? കോമ്പൗണ്ട് ആക്കി മാറ്റണം. ഓക്കെ, 2 കോമ്പൗണ്ട് ആക്കി, അതായത് വെർട്ടിക്കൽ കോമ്പൗണ്ട് ആക്കണം, ഹോറിസോണ്ടൽ കോമ്പൗണ്ട് ആക്കണം. ഓക്കെ, ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോട്ടെ. ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഹോറിസോണ്ടൽ കോമ്പൗണ്ട് ആക്കാൻ പോവുകയാണ്. ഓക്കെ, ഫസ്റ്റ് ഫോഴ്സ് 2000 ന്യൂട്ടൺ. അപ്പോൾ ഇതാണ് എൻ്റെ എന്ത് വരാ? ഹോറിസോണ്ടൽ കോമ്പൗണ്ട് അല്ലെങ്കിൽ എക്സ് കോമ്പൗണ്ട്. ഇതെന്തായിരിക്കും? ഇതാണ് എൻ്റെ വൈ കോമ്പൗണ്ട് അല്ലെങ്കിൽ വെർട്ടിക്കൽ കോമ്പൗണ്ട്. ഈ ആംഗിൾ, ഈ കോമ്പൗണ്ടിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഈ കോമ്പൗണ്ടിൻ്റെ വാല്യൂ 2000. എന്ത് തീറ്റ? കോസ് 60. തീറ്റ വാല്യൂ എത്ര? 60. കാരണം 60 മേക്ക് ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണ്? 60 മേക്ക് ചെയ്യുന്ന ഡയറക്ഷൻ ഇതാണ് അല്ല? ഈ ഡയറക്ഷനാണ് 60 ആയിട്ട് ജോയിൻ്റ് ആണത്. സോ അവിടെ എന്ത് വരും? കോസ് വരും. 2000 കോസ് 16. വെർട്ടിക്കൽ കോമ്പൗണ്ടോ? ഇതോ? ഇവിടെ കോസ് ആണെങ്കിൽ ഇവിടെ എന്താവും? സൈനോ. സോ എന്ത് വരും? 2000 സൈൻ 60. 60 തന്നെ. ഇവിടെ കോസ് മാറി സൈൻ ആക്കാം. ഓക്കെ, സോ എനിക്ക് എന്താ ബ്രാക്കറ്റിൽ എന്താ? ഇതെന്ത് കോമ്പൗണ്ടാ? ഇത് എൻ്റെ വെർട്ടിക്കൽ കോമ്പൗണ്ട്. ഇതെന്ത് കോമ്പൗണ്ട്? ഇതെൻ്റെ ഹൊറിസോണ്ടൽ കോമ്പൗണ്ട്. കൂടെ ഹൊറിസോണ്ടൽ കോമ്പൗണ്ട്. ഇത് വെർട്ടിക്കൽ കോമ്പൗണ്ട് ഓഫ് ആര്? 2000. ഇത് ഹൊറിസോണ്ടൽ കോമ്പൗണ്ട് ഓഫ് ആര്? 2000. ഇനി അടുത്ത ഫോഴ്സ് എടുക്കുക. അടുത്ത ഫോഴ്സ് ഏതാ?
അടുത്ത ഫോഴ്സാണ് 5196. ദേ ഇങ്ങനെ ആക്ട് ചെയ്യണേ. സോ എങ്ങനെ ചെയ്യാം? ഇത് മുളയ്ക്ക് പോകും, ഇങ്ങനെ ആക്ട് ചെയ്യും അല്ലേ? വെർട്ടിക്കൽ കോമ്പൗണ്ട് ആക്കുക. ഇതെന്ത് കോമ്പൗണ്ട് ആക്കുക? ഇത് ഹൊറിസോണ്ടൽ കോമ്പൗണ്ട് ആക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എടുക്കുക, ഇതാണ് എൻ്റെ ഹൊറിസോണ്ടൽ കോമ്പൗണ്ട്. അത് എത്ര വാല്യൂ വരിക? വാല്യൂ എത്ര? 5196. ഓക്കെ, എന്ത് കോമ്പൗണ്ട്? കോസ് 30 ഡിഗ്രി. ഓക്കെ, ഇതെന്ത് കോമ്പൗണ്ടാ? 5196. എന്ത് കോമ്പൗണ്ട് വരും? സൈൻ 30. ഏത്? ഈ കോമ്പൗണ്ട്. ഇത് കോസ് ആണെങ്കിൽ ഇവിടെ എന്ത് വരും? സൈൻ വരും. ഓക്കെ, വീണ്ടും നമ്മൾ എന്തെടുക്കുക? ഇത് ഹൊറിസോണ്ടൽ കോമ്പൗണ്ട് കിട്ടി. ഇതെന്ത് കിട്ടി? ഇത് വെർട്ടിക്കൽ കോമ്പൗണ്ട് കിട്ടി. സോ ഹൊറിസോണ്ടലും വെർട്ടിക്കലും കിട്ടി. ഓക്കെ, ഇനി അടുത്ത ഫോഴ്സ് ഏതാ? അടുത്ത ഫോഴ്സാണ് 4000. ഇതെന്ത് കോമ്പൗണ്ട് വരാം? 4000 ഈ കോമ്പൗണ്ടാണ് എന്തിൻ്റെ? ഹൊറിസോണ്ടൽ കോമ്പൗണ്ട്. എൻ്റെ വാല്യൂ എന്ത് വരും? 4000 എന്ത് വരും? കോസ് 60 അല്ലേ? കോസ് 60 ഡിഗ്രി. കാരണം ആംഗിളായിട്ട് മേക്കുന്ന കോമ്പൗണ്ടാണ് കോസ് 60. അതാണ് എൻ്റെ എന്ത്? അതാണ് എൻ്റെ ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ്. ഓക്കെ, ഇനി ഇതെന്ത് വരും? താഴത്തേക്ക് ഇങ്ങനെ വരും. എങ്ങനെ വരും? ഇവിടെ സൈൻ കോസായി, എപ്പോഴും എന്തായി? സൈനായി. അപ്പോൾ 4000 സൈൻ 60 ഡിഗ്രി. ഇൻക്ലൈൻഡ് ആയിട്ട് ഫോഴ്സ് വന്നാൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? സ്പ്ലിറ്റ് അപ്പ് ചെയ്താൽ മതി. അല്ലാണ്ട് ഇത് ഡയറക്റ്റ് നമുക്ക് എന്താ? ഇതെന്താ ഡയറക്റ്റ്? ഇത് ഡയറക്റ്റ് എന്താ? ഇത് ഡയറക്റ്റ് നമ്മൾ ഹൊറിസോണ്ടൽ കോമ്പൗണ്ട്. അപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇത്രയും ഫോഴ്സ് എഴുതി. സോ നോക്കിയേ, ഇവിടെ എന്ത് കോമ്പൗണ്ടാ? ഇത് വെർട്ടിക്കൽ കോമ്പൗണ്ട് ആണ്, ഇത് ഹൊറിസോണ്ടൽ. ഓക്കെ, അപ്പോൾ എത്ര ഹൊറിസോണ്ടലായി? എത്ര ഹൊറിസോണ്ടൽ ഫോഴ്സ് ആയി നോക്കിയേ? 1 2 3 പിന്നെ 4 ഹൊറിസോണ്ടൽ കോമ്പൗണ്ട്. എത്ര വെർട്ടിക്കൽ? 1 2 3 വെർട്ടിക്കൽ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഫോഴ്സ് മാത്രം എടുത്താൽ മതി. ബാക്കി നമ്മൾ 2000 3000 5000 എടുക്കേണ്ട ആവശ്യമില്ല. ഹൊറിസോണ്ടൽ കോമ്പൗണ്ടും വെർട്ടിക്കൽ കോമ്പൗണ്ടും മാത്രം നമ്മൾ എടുത്താൽ മതി. ഇനി പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഇങ്ങനെ എഴുതി വയ്ക്കുക. എല്ലാ കോമ്പൗണ്ട്സും നമ്മൾ കണ്ടുപിടിക്കുക. എന്ത് ചെയ്യുക? ഡയറക്ഷൻ നമ്മൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ സൈഡിൽ ഇതിൻ്റെ ചെയ്യുന്നതിൻ്റെ സൈഡിൽ എഴുതി വയ്ക്കുക. അതേ ഒരു ബോക്സ് സൈഡിൽ എഴുതി വയ്ക്കുക. സൈഡിൽ ഇങ്ങനെ ബോക്സ് ഇടുക. എന്നിട്ട് പറയുക, ഈ ഡയറക്ഷൻ പോകുന്ന ഫോഴ്സ് ആണെങ്കിൽ എന്ത് ഫോഴ്സാണ്? പോസിറ്റീവാണ്. ഈ ഡയറക്ഷൻ ആണെങ്കിൽ അതെന്താ? നെഗറ്റീവാണ്. അതുപോലെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ അതെന്താ? പോസിറ്റീവും. താഴത്തേക്കാണെങ്കിൽ നെഗറ്റീവും. ഇത് ഓർത്ത് വയ്ക്കുക. അതായത് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് പോകുന്നതാണെങ്കിൽ പോസിറ്റീവ്, ലെഫ്റ്റ് സൈഡിലേക്ക് പോകണമെങ്കിൽ നെഗറ്റീവ്, മുകളിലേക്ക് പോകുകയാണെങ്കിൽ പോസിറ്റീവ്, താഴത്തേക്ക് വരാണെങ്കിൽ നെഗറ്റീവ് ഫോഴ്സ്. ഇത്രയും കാര്യം നമ്മൾ എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമ്മുടെ എന്ത് ചെയ്യുക? ബേസിക് ഇക്വേഷൻ, റിസൾട്ടിൻ്റെ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? R = എന്താ? R = ഇക്വേഷൻ √σh² പ്ലസ് σv². ഇതാണ് നമ്മുടെ R കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സോ നമുക്ക് ഇതിൽ എന്ത് വേണം? σh എന്താണെന്ന് അറിയണം, σv എന്താണെന്ന് അറിയാം. σh എന്ന് പറഞ്ഞാൽ എന്താ? ഹൊറിസോണ്ടൽ കോമ്പോണൻസിൻ്റെ സമ്മേഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ എടുക്കാൻ പോവാം σh. ഏതൊക്കെ ഹൊറിസോണ്ടൽ കോമ്പൗണ്ട് ഉണ്ടോ അതൊക്കെ എന്ത് ചെയ്യുക? ആൾജിബ്രായിക് സം ചെയ്യുക. ആൾജിബ്രായിക് സം ചെയ്യുന്ന പറഞ്ഞാൽ സൈൻ ഡയറക്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുക? സൈൻ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നോക്കാം. ഫസ്റ്റ് ഫോഴ്സ് ഏതാ? എൻ്റെ ഫസ്റ്റ് ഫോഴ്സ് ഏതാ? അതെ 1000 അല്ലേ? ഫസ്റ്റ് ഫോഴ്സ് ഏതാ? 1000. അതെങ്ങനെ ആക്ട് ചെയ്യണേ? അത് ഈ ഡയറക്ഷനാണ്. ഈ ഡയറക്ഷൻ്റെ ഫോഴ്സ് ഡയറക്ഷൻ ഏതാ? പോസിറ്റീവാണ് അല്ലേ? പോസിറ്റീവാണ്. അപ്പോൾ എന്താ? ഫസ്റ്റ് പോസിറ്റീവ് തന്നെ. സോ എങ്ങനെ എഴുതാം എനിക്ക്? 1000 ന്യൂട്ടൺ പോസിറ്റീവ്, കാരണം റൈറ്റ് സൈഡ് ഡയറക്ഷനാണ്. ഓക്കെ, പ്ലസ് അടുത്ത ഫോഴ്സ് ഏതാ? അടുത്ത ഹൊറിസോണ്ടൽ ഫോഴ്സ് ഏതാ? അടുത്ത ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇതാണ് അല്ലേ? ഇതാണ് എൻ്റെ അടുത്ത ഹൊറിസോണ്ടൽ ഫോഴ്സ്. ഇതാണ് അടുത്ത ഹൊറിസോണ്ടൽ ഫോഴ്സ്. എത്രയാണ് പറഞ്ഞത്? 2000 cos 60. ഏത് ഡയറക്ഷനാണ്? അതും റൈറ്റ് ഡയറക്ഷനാണ്. അതും റൈറ്റ്. അപ്പോൾ വീണ്ടും പ്ലസ് എന്താ? 2000 cos 60 ഇടാം. ഓക്കെ, പ്ലസ് കഴിഞ്ഞിട്ടില്ല. പിന്നെ അടുത്ത ഫോഴ്സ് ഏതാ? ഹൊറിസോണ്ടൽ
ഹൊറിസോണ്ടൽ ഫോഴ്സ് ഏതാ? അതെ ഇത് ഈ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ട്, അതെങ്ങനെ ഡയറക്ഷൻ? അത് ലെഫ്റ്റിലേക്കാണ്. ലെഫ്റ്റിലേക്കാണെങ്കിൽ എന്ത് വരും? നെഗറ്റീവ് വരും. ലെഫ്റ്റിലേക്കാണെങ്കിൽ എന്ത് വരും? ലെഫ്റ്റിലേക്കാണെങ്കിൽ എന്ത് വരും? നെഗറ്റീവ് ഫോഴ്സ് വരും. സോ എന്ത് ചെയ്യാം? എനിക്ക് നെഗറ്റീവ് വന്നു, അതായത് വീണ്ടും പ്ലസ് ഇട്ടിട്ട് മൈനസ് ഇടുക. നെഗറ്റീവ് എന്ത് വരും? 5196 ഇങ്ങനെ വരും. കോസ് 30 ഡിഗ്രി. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. പ്ലസ് അടുത്ത ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇല്ലേ? അടുത്ത ഫോഴ്സ് ഏതാ? അടുത്ത ഫോഴ്സ് ഇതേ എച്ച്, ദേ ഇവിടെ നടക്കുന്ന അടുത്ത ഫോഴ്സ് അതേതാ? അങ്ങട്. ഡയറക്ഷൻ ഏതാ? പോസിറ്റീവ്. സോ എങ്ങനെ എഴുതാം? എനിക്ക് 4000 എങ്ങനെ എഴുതാം? കോസ് 60. ഓക്കെ, സോ എത്ര ഫോഴ്സായി? 5 ഫോഴ്സ്, 5 ഹോറിസോണ്ടൽ ഫോഴ്സ് അല്ലേ? 1 2 3 4 അങ്ങനെ 5 ഹോറിസോണ്ടൽ ഫോഴ്സ് എനിക്ക് കിട്ടി. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ കാൽക്കുലേറ്റർ വെച്ച് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് -895.95 ന്യൂട്ടൺ. യൂണിറ്റ് മാർക്ക് ന്യൂട്ടൺ. നോക്കടാ, നെഗറ്റീവാണ് കിട്ടിയത് ഇവിടെ അല്ലേ? നെഗറ്റീവ് ഏത് ഡയറക്ഷൻ നോക്കിയാൽ? നെഗറ്റീവ് ഡയറക്ഷനാണ് ഈ ഡയറക്ഷനല്ലേ? സോ എങ്ങനെയാണ് ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യുക? ഈ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും? ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. അതായത് ഹോറിസോണ്ടൽ ഫോഴ്സിൻ്റെ നെറ്റ് എഫക്റ്റ് എങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്? ഈ ഡയറക്ഷൻ, കാരണം ഇവിടെ നെഗറ്റീവ് എടുത്തന്നെ. ഓക്കെ, സിമിലർലി നമ്മൾ എന്ത് ചെയ്യുക? സോ ഈ ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുക? ഫോഴ്സ് ആക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത ഫോഴ്സായ സിഗ്മ എച്ച് കിട്ടി. എത്ര? 865.95. അവിടെ സിഗ്മ വി കണ്ടുപിടിക്കുക. സിഗ്മ വി നോക്കിനി ഫസ്റ്റത്തെ ഏതാ ഫോഴ്സ് വരാം? ഫസ്റ്റ് ഏതാ? ഇതിൽ ഫോഴ്സ് ഇല്ല, കാരണം ഇത് ഹൊറിസോണ്ടൽ മാത്രമേ ഉള്ളൂ. സോ അവിടെ ഇല്ല. ഇവിടെ നോക്കിയേ, ഇവിടെ ഇതല്ലേ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. എത്ര? 2000 sin 60. സോ അത് എഴുതുക. അതെങ്ങനെ? മോളൊക്കെ ആക്ട് ചെയ്യണം. മോളൊക്കെയാണ് ആക്ട് ചെയ്യണം. സോ അപ്പ് ഡയറക്ഷൻ ഏതാ? പോസിറ്റീവാണ്. സോ അങ്ങനെ എഴുതാൻ എനിക്ക് വീണ്ടും 2000 എന്ത് വരും? sin 60 ഡിഗ്രി. അത് പോസിറ്റീവാണ്. ഓക്കെ, പ്ലസ് അടുത്ത് നോക്കിയേ, അടുത്ത ഫോഴ്സ് ഏതാ? ഇത് കഴിഞ്ഞു. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ഫോഴ്സിൽ ഏതാ? ഇതാണ് പറഞ്ഞത് അല്ലേ? അതെങ്ങളുടെ ഡയറക്ഷൻ? അത് മോളക്കിൻ്റെ ഡയറക്ഷൻ വരാം. സോ അങ്ങനെ എഴുതാം. വീണ്ടും മോളക്കായ കാരണം പോസിറ്റീവ് തന്നെ. സോ അങ്ങനെ എഴുതാം 5196 sin 30. ഓക്കെ, പ്ലസ് കഴിഞ്ഞിട്ടില്ല. ഇനി എന്തുള്ള? അടുത്ത നാലാമത്തെ ഫോഴ്സ് താഴത്തേക്കാണ് ആക്ട് ചെയ്യണത് അല്ലേ? താഴത്തേക്കാണ് ഹൊറിസോണ്ടൽ ആക്ട് ചെയ്യണേ. താഴത്തേക്ക് ആക്ട് ചെയ്യേണ്ട ഡയറക്ഷനാണ്. താഴത്തേക്കാണ് ആക്ട് ചെയ്യണത്. സോ എങ്ങനെ എഴുതാം? എനിക്ക് എങ്ങനെ എഴുതാം? താഴത്തേക്ക് കാരണം ഇവിടെ എന്തൊരു നെഗറ്റീവ് വരും. സോ നെഗറ്റീവ് 4000 sin 60. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞില്ലേ? ഇനി ഉണ്ടോ? ഇല്ല. ഇനി വെർട്ടിക്കലൊക്കെ കഴിഞ്ഞു. സോ വെർട്ടിക്കൽ കഴിഞ്ഞ് ഹൊറിസോണ്ടൽ കഴിഞ്ഞു. അപ്പോൾ എത്ര കിട്ടും വാല്യൂ? ഈക്വൽ ടു എത്ര കിട്ടും വാല്യൂ? ഇതൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ്, സോറി ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, വാല്യൂ ചെറുതായി തെറ്റി മാറിപ്പോയി. നെഗറ്റീവ് വാല്യൂ വരാം ഇവിടെ 499 499.8 വാല്യൂ എത്തിയിട്ടുണ്ടോ? HMV മാറിപ്പോയതാണ്, സോറി. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ -499.87 ഡയറക്ഷൻ. ഈ ഡയറക്ഷനാണ്. ഇനി ഇവിടെ നോക്കിയേ, സിഗ്മ വി ആണ് അല്ലേ? സിഗ്മ വി അല്ലെങ്കിൽ വൈ ഡയറക്ഷൻ ഫോഴ്സസ്. അതിൻ്റെ വാല്യൂ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 865 ആണ്. 865 ഡയറക്ഷൻ. ഓക്കെ, 865.95 ആണ്. ഓക്കെ, ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? പോസിറ്റീവാണ്. ഇത് വെർട്ടിക്കൽ അല്ല, ഹൊറിസോണ്ടൽ വെർട്ടിക്കലാണ്. അപ്പോൾ വെർട്ടിക്കൽ കാരണം പോസിറ്റീവ് ഏതാ പറഞ്ഞത്? പോസിറ്റീവ്. ഇതല്ല പോസിറ്റീവ് വരാം, ഇതല്ല പോസിറ്റീവ് വരാം. സോ എങ്ങനെ വരാം? ഇങ്ങനെ ഡയറക്ഷൻ വരും. ഓക്കെ, ഇങ്ങനെ ഡയറക്ഷൻ. ഓക്കെ, സോ സിഗ്മ എച്ചും സിഗ്മ വിയും കിട്ടി. നോക്കട്ടാ, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. സോറി, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഓക്കെ, ഇതെന്താ? വൈ മോളയ്ക്ക് പോസിറ്റീവ്. ഇതെന്താ? എക്സ് നെഗറ്റീവ് അല്ലേ? നെഗറ്റീവും പോസിറ്റീവും എവിടെ വരാം? ഇവിടെ അല്ലേ വരാം? ഇങ്ങനെയല്ലേ വരാം? ഇങ്ങനെ വരും, അതുപോലെ ഇങ്ങനെയും വരും അല്ലേ? മനസ്സിലായില്ലേ? അതായത് നെഗറ്റീവ് വരും, പോസിറ്റീവ് വരും. അപ്പോൾ നമുക്ക് എവിടെ വരാം? സാധാരണ റിസൾട്ടിൻ്റെ വരാം ഇവിടെ ആയിട്ടാണ് വരേണ്ടത്. റിസൾട്ടിൻ്റെ അറൗണ്ട് ഇവിടെ വരും. റിസൾട്ടിൻ്റെ വാല്യൂ ഇവിടെ വരും. സാധാരണ റിസൾട്ടിൻ്റെ ഭാഗത്ത് വരും, ഈ ഭാഗത്തായിട്ട് വരാൻ ചാൻസ് കൂടുതൽ
റിസൾട്ട്. നമുക്ക് റിസൾട്ട് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇത്രയും ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അറൗണ്ട് ഈ ഭാഗത്തായിട്ട് എന്ത് വരാം, റിസൾട്ടിൻ്റെ വരാൻ ചാൻസ്, എല്ലാത്തിൻ്റെ റിസൾട്ടിൻ്റെ വരാൻ ചാൻസ് അവിടെയാണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഡയറക്ഷൻ കിട്ടിയത് അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് വരയ്ക്കുന്ന വയ്ക്കേണ്ട, ജസ്റ്റ് ഞാൻ കാണിച്ചെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക. നമുക്ക് എന്ത് വേണം, ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. ഏത് ഇക്വേഷൻ? അതാണ് നമ്മുടെ ആറിൻ്റെ ഇക്വേഷൻ. സോ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എച്ചിൻ്റെ വാല്യൂ എത്രയാണ്? -499.87 അതിൻ്റെ സ്ക്വയർ. സോ -499.87 അതിൻ്റെ സ്ക്വയർ പ്ലസ് സിഗ്മ വി എന്താ 86595 ന്യൂട്ടൺ കേട്ടോ. ന്യൂട്ടൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിറ്റ് ഇടണം അതിൻ്റെ സ്ക്വയർ അല്ലേ. സോ സിഗ്മ വി സ്ക്വയർ. അപ്പോൾ എങ്ങനെ എഴുതാം? സിഗ്മ വിയുടെ എത്രയാണ്? 865.95 അതിൻ്റെ സ്ക്വയർ. ഓക്കെ, സോ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 999.87 ന്യൂട്ടൺ ആയിരുന്നു. ഓക്കെ, റിസൾട്ട് കിട്ടിയ എത്ര? 999.87 ന്യൂട്ടൺ. ഓക്കെ, നമുക്കറിയാം ഡയറക്ഷൻ എങ്ങനെയായിരുന്നു ഡയറക്ഷൻ വരാം? എവിടെ വരാമെന്ന് സാധാരണ ഇവിടെ അല്ലേ വരാം. സിഗ്മ എച്ച് ഇവിടെ വരും. ഓക്കെ, സിഗ്മ വി ഇവിടെ വരും. സോ ഇവിടെ വരും, ഇവിടെ റിസൾട്ടിൻ്റെ എന്ത് വരും? സിഗ്മയല്ല, ആർ ഇവിടെ വരും. ഓക്കെ, അതാണ് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ നമുക്കിനി എന്താ വേണ്ടത്? നമുക്കിനി ആൽഫ കണ്ടുപിടിക്കണം. ആൽഫ കണ്ടുപിടിക്കണ്ടേ? ആൽഫയുടെ ഇക്വേഷൻ എന്താ? ടാൻ ആൽഫ എന്ന് പറയുന്നത് ആംഗിളാണ്, റിസൾട്ടൻ്റ് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. സോ ടാൻ ആൽഫ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടാൻ ആൽഫ ഈക്വൽ ടു, ടാൻ ആൽഫയുടെ ഇക്വേഷൻ എന്തായിരുന്നു? സിഗ്മ വി ബൈ സിഗ്മ എച്ച്. നിങ്ങൾക്ക് സിഗ്മ വിക്ക് വരാം സിഗ്മ വൈ എന്ന് ഇടാം കേട്ടോ. അതായത് വൈ ഡയറക്ഷനാണ്. സിഗ്മ എച്ച് എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷൻ, അങ്ങനെ ഇടാം. ഞാൻ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ഇട്ടുള്ളൂ. ഓക്കെ, സോ ആൽഫ എങ്ങനെ വരുമ്പോൾ ടാൻ ഇങ്ങോട്ട് പോകും. അപ്പോൾ എന്ത് വരും? നമുക്ക് ആൽഫനെ വേണ്ട, ടാൻ ആൽഫയിലെ വേണം, നമുക്ക് ആൽഫ വേണ്ട. സോ ആൽഫ കിട്ടണം എങ്ങനെയാണ്? ടാൻ സാമത്തിൽ ഇപ്പുറം പോകും. അപ്പോൾ എന്താവും? ടാൻ ഇൻവേഴ്സ് ആവും. ടാൻ ഇൻവേഴ്സ് സിഗ്മ വി ബൈ സിഗ്മ എച്ച്. ഓക്കെ, എന്തായിരുന്നു സിഗ്മ വിയുടെ ടാൻ ഇൻവേഴ്സ്? ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സിഗ്മ വിയുടെ വാല്യൂ എത്രയാണ്? സിഗ്മ വിയുടെ വാല്യൂ എത്ര? സിഗ്മ വി എന്ന് പറയുന്നത് 865 അല്ലേ, 865 ന്യൂട്ടൺ. സോ സിഗ്മ വി ഈക്വൽ ടു 865.95 ഡിവൈഡ് ബൈ നെഗറ്റീവ് എന്തുണ്ട്? 499.87. ഓക്കെ, സോ -499.87. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -60 ആയിരിക്കും. സോ ആംഗിളായ കാരണം നമ്മൾ നെഗറ്റീവ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തെടുക്കാം? 60 മാത്രം എടുക്കാം. ആംഗിളിന് നെഗറ്റീവും പോസിറ്റീവും ഇല്ലല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യാം? നെഗറ്റീവ് കിട്ടും, അത് നോക്കണ്ട. നെഗറ്റീവ് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് കിട്ടിയാൽ മതി? വാല്യൂ മാത്രം കിട്ടിയാൽ മതി. സോ എന്തിടാം? 60 ഡിഗ്രി എന്ന് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാവും സാധാരണ റിസൾട്ടിൻ്റെ വരാം? ഇത്രയധികം ഫോഴ്സിൻ്റെ റിസൾട്ട് ഏതൊക്കെ വരാം? അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇതായിരുന്നു ഫോഴ്സ്. ഇതായിരുന്നു ഫോഴ്സ്. ഏതാ? ഇവിടെ ഒരു 1000 ഉണ്ടായിരുന്നു, അതുപോലെ ഇവിടെ 2000 ഉണ്ടായിരുന്നു, അതുപോലെ ഇവിടെ ഒരു 5196 ഉണ്ടായിരുന്നു, ഇവിടെ ഒരു 4000 ഉണ്ടായിരുന്നു. ഇത്രയും ഫോഴ്സ് ആയിരുന്നു നമ്മുടെ. ഓക്കെ, സോ ഇതിൻ്റെ ഒക്കെ റിസൾട്ടൻ്റ് വരാം എവിടെയാണ്? ഇത് 30 ഡിഗ്രി ആയിരുന്നു കേട്ടോ, 30 ഡിഗ്രി ആയിരുന്നു. സോ ഇതിൻ്റെ റിസൾട്ടിൻ്റെ വരാം ഇങ്ങനെ ആയിരിക്കും വരാം. റിസൾട്ടൻ്റ് ഇങ്ങനെ വരും. എത്ര ഡിഗ്രിയിൽ? 60 ഡിഗ്രിയിൽ ആക്ട് ചെയ്യും. എത്ര വാല്യൂ? 999.87 ന്യൂട്ടൺ. ഓക്കെ, ഇത്രയും ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടിൻ്റെ വരെ എവിടെയാണ്? ഈ ഡയറക്ഷനാണ് അതിൻ്റെ റിസൾട്ടിൻ്റെ ആക്ട് ചെയ്യുക. സോ ഈ O എന്ന് പറഞ്ഞ പോയിൻ്റ് എങ്ങനെ ഡയറക്ഷൻ ഇങ്ങനെ മൂവ് ചെയ്യും. നമ്മൾ ഈ പോയിന്റിലാണ് എല്ലാ ഫോഴ്സും കൊടുത്തത്. അതായത് 4 ഫോഴ്സും കൊടുത്തത് ഈ പോയിന്റിലാണ്. ഓക്കെ, 4 ഫോഴ്സും കൊടുത്തത് ഈ പോയിന്റിലാണ്. സോ ഈ പോയിന്റ് എങ്ങനെ മൂവ് ചെയ്യും? ഇങ്ങനെ മൂവ് ചെയ്യാൻ ചാൻസ്. ഓക്കെ, എത്ര ആംഗിൾ? 60 ഡിഗ്രി ആംഗിളിൽ. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, താങ്ക് യു.